പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും സ്മാർട്ട് +2 എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നേരത്തെ നമ്മൾ 2 ഇടങ്ങളിലായി കണ്ട അനുഭവിച്ച ഒരു ആശയമാണ് ഡിമാൻഡ്, ചോദനം എന്ന് നമുക്ക് മലയാളത്തിൽ വിളിക്കാം. എന്താണ് ഈ ഡിമാൻഡ് അഥവാ ചോദനം? ഇൻ സിമ്പിൾ വേർഡ്സ് we can say that the demand is a desire. All desires are not demands. A desire should become demand only if that desire is backed by 2 things. One is ability of the consumer. By ability we mean the income of the consumer. Then the second thing is that the willingness to pay. So the demand is a desire supported by the ability and willingness to pay for a thing. നമുക്ക് ചോദനം അഥവാ ഡിമാൻഡ് എന്ന് പറയുമ്പം എന്താണെന്നാണ് ഞാൻ പറഞ്ഞേ? അതൊരു ആഗ്രഹമാണ്. ഒരു ഉപഭോക്താവിൻ്റെ ആഗ്രഹത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ചോദനം എന്ന് വിളിക്കുന്നത്. പക്ഷേ എല്ലാ ആഗ്രഹങ്ങളും ഡിമാൻഡ് അല്ല. ആഗ്രഹങ്ങൾ ഡിമാൻഡ് ആകണമെങ്കിൽ 2 കാര്യങ്ങൾ ഡിമാൻഡിന്, ആ ആഗ്രഹത്തിന് പിന്നിലുണ്ടാവണം. എന്തെല്ലാമാണ്? ഒന്ന്, കൺസ്യൂമറിന് എബിലിറ്റി ഉണ്ടാവണം, അത് വാങ്ങാൻ, ദാറ്റ് ഈസ് കഴിവുണ്ടാവണം. എന്ന് വെച്ചാൽ അയാൾക്ക് അതിനുള്ള ഇൻകം ഉണ്ടാവണം. ഇൻകം ഉണ്ടായാൽ മാത്രം പോരാ, പിന്നെയോ വില്ലിങ്നെസ് ടു പേ, വില്ലിങ് ടു പേ ആയിരിക്കണം. ആ പണം കൊടുത്ത് ആ ആഗ്രഹം സാധിക്കുവാൻ ഉപഭോക്താവ് തയ്യാറായിരിക്കുകയും വേണം. അതുകൊണ്ടാണ് നമുക്ക് ഡിമാൻഡിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാവുന്നത്? ഡിമാൻഡ് ഈസ് ദ ഡിസയർ ബാക്ക്ഡ് ബൈ എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു പേ ഫോർ എ തിങ്. അതായത് വാങ്ങാനുള്ള കഴിവും സന്നദ്ധതയും പിന്നിലായി ഉള്ള ഒരു ഉപഭോക്താവിൻ്റെ ആഗ്രഹത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ചോദനം അഥവാ ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. സപ്പോസ് എനിക്ക് ഒരാഗ്രഹം, ഒരു മട്ടൻ ബിരിയാണി കഴിക്കണം. അത് 200 രൂപയാണ് അതിൻ്റെ വില എന്ന് സങ്കല്പിക്കുക. അപ്പോൾ മട്ടൻ ബിരിയാണി കഴിക്കണം എന്നെനിക്കൊരാഗ്രഹം, 200 രൂപയാണ് അതിൻ്റെ വില. അത് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എൻ്റെ ചിന്ത എന്താണെന്നറിയാമോ? ഈ പണം കൊടുത്ത് 200 രൂപ കൊടുത്ത് ഈ മട്ടൻ ബിരിയാണി കഴിക്കണോ എന്നൊരു ചിന്ത, ഒരു മടി. അപ്പം ഞാൻ വില്ലിങ് അല്ല ആ പണം കൊടുത്ത് ആ മട്ടൻ ബിരിയാണി കഴിക്കാൻ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ ആഗ്രഹം ഡിമാൻഡ് ആകുമോ? ഇല്ലേ, ഇല്ല, ഒരിക്കലുമില്ല. മറിച്ച് വേറൊരു ഇൻസ്റ്റൻസ് ചിന്തിക്കൂ. എനിക്ക് ഈ മട്ടൻ ബിരിയാണി തന്നെ കഴിക്കണം എന്ന് ആഗ്രഹം. ഞാൻ പണം കൊടുത്ത് ആ മട്ടൻ ബിരിയാണി കഴിക്കുവാൻ തയ്യാറുമാണ്. പക്ഷേ എൻ്റെ കയ്യിൽ പണമില്ല. അപ്പോൾ എന്താണ് ഈ കേസിൽ സംഭവിച്ചത്? എനിക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ട്. വില്ലിങ്നെസ് ടു പേ, സന്നദ്ധനാണോ ഞാൻ? അതെ. പക്ഷേ എൻ്റെ കയ്യിൽ പണമില്ല, എബിലിറ്റി ഇല്ല. ഇത് ഡിമാൻഡ് ആകുമോ? ഇല്ല. മറ്റൊരു കേസ് ചിന്തിക്കൂ. എൻ്റെ കയ്യിൽ പണമുണ്ട്, ആ പണം കൊടുത്ത് ഞാൻ മട്ടൻ ബിരിയാണി കഴിക്കാൻ തയ്യാറുമാണ്. പക്ഷേ എനിക്ക് മട്ടൻ ബിരിയാണി കഴിക്കണം എന്നൊരാഗ്രഹമേ ഇല്ല. ഇവിടെ എന്താ സംഭവിച്ചേ? ആഗ്രഹമില്ല, ബാക്കി 2 കാര്യങ്ങളും ഉണ്ട്. ഏതെല്ലാം? എബിലിറ്റിയും ഉണ്ട്, വില്ലിങ്നെസ്സും ഉണ്ട്. ചുരുക്കത്തിൽ ഒരു ആഗ്രഹം ഡിമാൻഡ് ആകുന്നത് എപ്പോഴാണ്? ഡിസയർ പ്ലസ് എബിലിറ്റി പ്ലസ്
വില്ലിങ്നെസ് ടു പേ. ഇത് മൂന്നും ഉണ്ടാകുമ്പോൾ മാത്രമാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഡിമാൻഡ് ഈസ് എ ഡിസയർ ബാക്ക്ഡ് ബൈ എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു പേ ഫോർ എ തിങ്. ബട്ട് ഇൻ ഇക്കണോമിക്സ്, whenever we use the term demand, we mean the quantity demanded. ഇക്കണോമിക്സിൽ നമ്മൾ ഡിമാൻഡ് എന്ന് പറയാറുണ്ട് പലപ്പോഴും. പക്ഷേ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വെറും ഡിമാൻഡ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ്. എന്നുവെച്ചാൽ നമ്മൾ വാങ്ങിയ സാധനത്തിൻ്റെ അളവിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. there is a slight difference between the demand and quantity demand. എന്താണ് ആ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് നമുക്ക് നോക്കാം. സപ്പോസ് നിങ്ങളിൽ ഒരാൾ, ആഷിത ഇന്ന് രാവിലെ സ്കൂളിലേക്ക് വന്നപ്പോൾ ഒരു 8:30 ആയപ്പോൾ ആ സ്കൂളിൻ്റെ ഫ്രണ്ടിലെ കടയിൽ പോയിട്ട് 2 പേനകൾ വാങ്ങി, അതിന് 20 രൂപയും കൊടുത്തു എന്ന് സങ്കല്പിക്കുക. ആഷിത എന്താ ചെയ്തേ? രാവിലെ ഇങ്ങോട്ട് വന്നപ്പോൾ കൃത്യം 8:30-ക്ക് ഒരു കടയിൽ പോയി 20 രൂപ കൊടുത്തിട്ട് 2 പേനകൾ വാങ്ങി. എങ്കിൽ ആഷിത വാങ്ങിയ ആ 2 പേനകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്താണ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്? ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി. 2 പേനകൾ പർച്ചേസ്ഡ് ബൈ ദ കൺസ്യൂമർ, ആഷിത അറ്റ് എ പ്രൈസ് 20 രൂപയ്ക്ക്, അറ്റ് എ ടൈം, ഒരു പ്രത്യേക സമയത്തല്ലേ വാങ്ങിയത്, 8:30. അപ്പോൾ എല്ലാം വന്നില്ലേ? സോ ദിസ് ഈസ് കോൾഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്താണ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്? ക്വാണ്ടിറ്റി ഡിമാൻഡഡ് മീൻസ് ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി ബോട്ട് ബൈ എ കൺസ്യൂമർ ബൈ പേയിങ് എ പ്രൈസ് അറ്റ് എ പർട്ടിക്കുലർ ടൈം. ഒരു പ്രത്യേക സമയത്ത് ഒരു ഉപഭോക്താവ് തൻ്റെ കയ്യിലുള്ള പണം കൊടുത്ത്, അഥവാ ഒരു പ്രത്യേക വിലയ്ക്ക് ഉപഭോക്താവ് വാങ്ങിയ സാധനങ്ങളുടെ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡിമാൻഡും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. വാട്ട് ആർ ദ മെയിൻ ഫാക്ടേഴ്സ് വിച്ച് മേ അഫക്റ്റ്, വിച്ച് ഡിറ്റർമിൻ വാട്ട് ദ ഡിമാൻഡ്. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം നമുക്കൊന്ന് പഠിക്കണം. എന്താണെന്നറിയാമോ? ഫങ്ഷൻ, ഒരു പ്രവർത്തനം അഥവാ ഒരു റിലേഷൻ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് പഠിക്കണം. ഞാനൊരു ഫങ്ഷൻ ഒന്ന് എഴുതുകയാണ്. സപ്പോസ് y ഈസ് ഈക്വൽ ടു f ഇൻറ്റു x. ഇത് വായിക്കുന്നത് y ഈസ് ദ ഫങ്ഷൻ ഓഫ് x എന്നാണ്. y ഈസ് ദ ഫങ്ഷൻ ഓഫ് x. ഇവിടെ എക്സും വൈയും 2 വേരിയബിൾസ് ആണ്. വേരിയബിൾസ് എന്ന് പറയുമ്പോൾ വേരി ചെയ്യുന്നത് എന്തിനേയും നമുക്ക് വേരിയബിൾസ് എന്ന് വിളിക്കാം. അപ്പം എക്സ് ആൻഡ് വൈ ആർ 2 വേരിയബിൾസ്. എഫ് മീൻസ് ഫങ്ഷൻ ഓഫ്, പ്രവർത്തനമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. സോ വൈ ഈസ് ദ ഫങ്ഷൻ ഓഫ് എക്സ് മീൻസ് വൈ ഈസ് ഡിറ്റർമിൻഡ് ബൈ എക്സ്. In other words, we can say that y depends upon x. y എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? എക്സിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആശ്രയിക്കുന്നത് ആരാണ്? y. ശരിയല്ലേ? y ആണ് ആശ്രയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ നമുക്ക് ആശ്രയിക്കുന്ന വേരിയബിൾ എന്ന് വിളിക്കാം. ആശ്രയിക്കുന്ന വേരിയബിൾ എന്ന് വെച്ചാൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് വിളിക്കാം. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? എക്സിനെയാണ്. സോ അതുകൊണ്ട് എക്സിനെ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നും വിളിക്കാം, ഒന്നിനെയും ആശ്രയിക്കാത്ത വേരിയബിൾ. സോ വൈ ഈസ് ദ ഫങ്ഷൻ ഓഫ് എക്സ് എന്ന് വെച്ചാൽ അർത്ഥം വൈ എന്ന് പറയുന്നത് എക്സിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വൈ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ആശ്രയിക്കുന്ന വേരിയബിളും, എക്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ആയിരിക്കും, ആശ്രയിക്കാത്ത വേരിയബിളും ആയിരിക്കും.
ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ ഉണ്ടാകും. ഒന്ന്, സപ്പോസ് ഇമാജിൻ ദാറ്റ് ദ വാല്യൂ ഓഫ് എക്സ് ഈസ് ഇൻക്രീസിങ്. എക്സിൻ്റെ വാല്യൂ കൂടുന്നു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ വൈയുടെ വാല്യൂ കുറയാതിരുന്നാൽ, മനസ്സിലായല്ലോ, എക്സിൻ്റെ വാല്യൂ കൂടുന്നു, വൈയുടെ വാല്യൂ കുറയാതിരിക്കുന്നു എന്ന് വെച്ചാൽ കൂടുന്നു എന്ന് തന്നെ സങ്കല്പിക്കൂ, കൂടുന്നു എങ്കിൽ ഈ ഒരു ബന്ധത്തെ നമുക്ക് ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. ഇൻക്രീസിങ് ഫംഗ്ഷൻ. സോ ഇഫ് ദ വാല്യൂ ഓഫ് എക്സ് ഇൻക്രീസസ് ആൻഡ് ദ വാല്യൂ ഓഫ് വൈ ഓൾസോ ഇൻക്രീസസ്, then that function is called increasing function. മറ്റൊരു തരത്തിൽ ഇതിനെ നമ്മൾ ഡയറക്റ്റ് റിലേഷൻ എന്ന് വിളിക്കാറുണ്ട്. ഡയറക്റ്റ് റിലേഷൻ അഥവാ പോസിറ്റീവ് റിലേഷൻ എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ എന്താണ് പോസിറ്റീവ് അഥവാ ഡയറക്റ്റ് അഥവാ ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്നുള്ളത് മനസ്സിലായല്ലോ. ഒരു വേരിയബിൾ കൂടുമ്പോൾ മറ്റേ വേരിയബിളും കൂടുക, നേരെ മറിച്ചുമാകാം. ദാറ്റ് മീൻസ് എക്സ് വാല്യൂ കുറയുന്നു, വൈയും കുറയുന്നു, അതും ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. അപ്പോൾ രണ്ട് വേരിയബിളും ഒരേ വഴിക്ക് മൂവ് ചെയ്യുക, ഒരേ വഴിക്ക് സഞ്ചരിക്കുക, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻക്രീസിങ് ഫംഗ്ഷൻ അഥവാ പോസിറ്റീവ് റിലേഷൻ അഥവാ ഡയറക്റ്റ് റിലേഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി മറിച്ച് സപ്പോസ് എക്സ് എന്ന് പറയുന്ന വാല്യൂ കൂടുന്നു, വൈ എന്ന് പറയുന്ന വാല്യൂ കുറയുന്നു എന്ന് സങ്കല്പിക്കുക, കുറയുന്നു. അപ്പോൾ എക്സ് കൂടുന്നു, വൈ കുറയുന്നു, രണ്ടും വ്യത്യസ്ത ഡയറക്ഷനിലാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഫംഗ്ഷനെ വിളിക്കുന്നത് ഡിക്രീസിങ് ഫംഗ്ഷൻ എന്നാണ്. ഇതിനെ മറ്റ് പേരുകളിലും വിളിക്കാൻ വേണമെങ്കിൽ ഇൻഡയറക്റ്റ് റിലേഷൻ എന്ന് വിളിക്കാം, നെഗറ്റീവ് റിലേഷൻ എന്ന് വിളിക്കാം, ഇൻവേഴ്സ് റിലേഷൻ എന്നും വിളിക്കാം. അപ്പോൾ ചുരുക്കത്തിൽ ഇൻവേഴ്സ്, ഇൻഡയറക്റ്റ്, നെഗറ്റീവ് ഈ മൂന്ന് ടേമുകളും എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ഡിക്രീസിങ് ഫംഗ്ഷനെ സൂചിപ്പിക്കുന്നതാണ്. എക്സ് വാല്യൂ കൂടുന്നു, വൈ കുറയുന്നു, നേരെ തിരിച്ചുമാകാമല്ലോ. എക്സ് വാല്യൂ കുറയുന്നു, വൈ എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഇഫ് the movement of the variables is in the same direction, it is called positive. ഒന്ന് കൂടുന്നു അടുത്തതും കൂടുന്നു, പോസിറ്റീവ്. ഒന്ന് കുറയുന്നു അടുത്തതും കുറയുന്നു, പോസിറ്റീവ്. The movement of the variables in the opposite direction is called negative. ഒന്ന് കൂടുന്നു മറ്റത് കുറയുന്നു, ഒന്ന് കുറയുന്നു മറ്റത് കൂടുന്നു. ക്ലിയർ ആണല്ലോ. ഇനി ഈ പോസിറ്റീവ് ഫംഗ്ഷൻ എന്നുള്ളതിന് നമുക്കൊരു ഇക്വേഷൻ വേണമെങ്കിൽ എഴുതാം. ദാറ്റ് ഈസ് 5 + p. 5 + p എന്ന് പറയുന്നത് ഒരു ഇൻക്രീസിങ് ഫംഗ്ഷന് എക്സാമ്പിളാണ്, അഥവാ പോസിറ്റീവ് റിലേഷൻ എക്സാമ്പിളാണ്. മറിച്ച് 50 - p എന്ന് പറയുന്നത് നെഗറ്റീവ് റിലേഷന് എക്സാമ്പിളാണ്. ഇത് വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ തൊട്ട് അടുത്ത ടോപ്പിക്കിൽ പഠിക്കും എന്നുള്ളത് കൊണ്ട് അപ്പോൾ നമുക്ക് വിശദമായി പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഫംഗ്ഷൻ എന്താണ്, രണ്ട് തരം ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, നമ്മളെല്ലാം കൺസ്യൂമേഴ്സാണ് അല്ലേ? നമ്മളെല്ലാം സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ അളവ് എന്ന് പറയുന്നത് എന്തെല്ലാം കാര്യങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ പറയാമല്ലോ. പറയാമോ? നിങ്ങൾ വാങ്ങുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ഏതെല്ലാം ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു? യെസ്, പറയൂ. കറക്റ്റ്, പ്രൈസ്. ശരിയാണ്, പ്രൈസ്. ഏതിൻ്റെ പ്രൈസ്?
ഓക്കെ, നമ്മൾ വാങ്ങുന്ന സാധനത്തിൻ്റെ പ്രൈസ്. അപ്പോൾ ആപ്പിളാണ് വാങ്ങുന്നതെങ്കിൽ ആപ്പിളിൻ്റെ പ്രൈസ്, ഓറഞ്ചാണ് വാങ്ങുന്നതെങ്കിൽ ഓറഞ്ചിൻ്റെ പ്രൈസ് എന്നാണ്. സോ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, ശരിയാണ്, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. പിന്നെയോ യെസ്, ഇൻകം, കൺസ്യൂമറുടെ ഇൻകം, ശരിയാണ്. ഇപ്പോൾ രണ്ട് ഘടകങ്ങളായി, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റിയായി, ഇൻകം ഓഫ് ദി കൺസ്യൂമറായി. പിന്നെയോ ശരിയാണ്, പോപ്പുലേഷൻ, ജനസംഖ്യ, കറക്റ്റ്, വെരി ഗുഡ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനിയും ഘടകങ്ങളുണ്ടല്ലോ, പറയൂ. യെസ്, കൺസ്യൂമറുടെ അഭിരുചി, അല്ലേ, ഇഷ്ടം, വെരി ഗുഡ്. ലൈക്കിങ്സ്, ദാറ്റ് മീൻസ് ദ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ, ശരിയാണ്. അപ്പോൾ 4 ഘടകങ്ങൾ നിങ്ങൾ പറഞ്ഞു ഡിമാൻഡിനെ സ്വാധീനിക്കുന്നത്, നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയാണ്? പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി, ഇൻകം ഓഫ് ദി കൺസ്യൂമർ, പിന്നെ പോപ്പുലേഷൻ, പിന്നെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, പിന്നെയോ പറയൂ. ഓക്കെ, ക്ലൈമറ്റ്, ശരിയാണ്. ചില സമയങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ കാലാവസ്ഥകളും ഡിമാൻഡിനെ സ്വാധീനിക്കുന്നുണ്ട്, ശരിയാണ്. പിന്നെ വേറൊന്നുമില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഫ്രൂട്ട്സ് എന്നുള്ള നിലയിൽ നമ്മൾ ഓറഞ്ചിനെയും ആപ്പിളിനെയും കണ്ടാൽ ഏതെങ്കിലും ഒരു സമയത്ത് ആപ്പിളിൻ്റെ വില ക്രമാതീതമായിട്ടങ്ങ് ഉയരുന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ അത് ഓറഞ്ചിൻ്റെ ഡിമാൻഡിനെ ബാധിക്കുമോ? യെസ്. അപ്പോൾ ഓറഞ്ചിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടും, ശരിയാണ്, അല്ലേ? ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒന്നുമല്ല, എങ്കിൽ തന്നെയും ഫ്രൂട്ട്സ് എന്നുള്ള നിലയിൽ നമുക്കത് പറയാം. അപ്പോൾ ആപ്പിളിൻ്റെ വില ഭയങ്കരമായിട്ട് കൂടിയാൽ ചില സാഹചര്യങ്ങളിൽ ഓറഞ്ചിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടും. ഒരു സാധനത്തിൻ്റെ ഡിമാൻഡിനെ ഇവിടെ ആരാണ് സ്വാധീനിച്ചിരിക്കുന്നത്? മറ്റൊരു സാധനത്തിൻ്റെ വില. ഇതിന് നമുക്ക് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറയാം. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, അല്ലേ? ഒരു സാധനവുമായി ബന്ധപ്പെട്ട മറ്റൊരു സാധനത്തിൻ്റെ വില. ക്ലിയർ അല്ലേ? Now we can summarize the main factors affecting demand of a commodity as price of the commodity, then income of the consumer, then price of related goods, then taste and preference of the consumer, then population, climate, ഇഷ്ടംപോലെ ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് തൽക്കാലം ഇത്രയും ഫാക്ടേഴ്സ് ആയിട്ട് ചുരുക്കാം. അപ്പോൾ ദീസ് ആർ ദ മെയിൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി. ഇനി നമുക്ക് ഓരോന്നായിട്ട് നമുക്കൊന്നെടുക്കാം. ആദ്യം പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി, അല്ലേ? പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി. പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി എന്നുള്ളതിന് പകരമായിട്ട് നമ്മൾ PX എന്നെടുക്കുന്നു. PX മീൻസ് പ്രൈസ് ഓഫ് ഗുഡ് എക്സ് എന്നാണ് അർത്ഥം. പ്രൈസ് ഓഫ് ഗുഡ് എക്സ്. സാധാരണഗതിയിൽ ഒരു സാധനത്തിൻ്റെ പ്രൈസും ആ സാധനത്തിൻ്റെ ഡിമാൻഡും തമ്മിൽ എന്താണ് കുട്ടികളെ ബന്ധം? നമുക്കറിയാം, ഒരു സാധനത്തിൻ്റെ വില കൂടുമ്പോൾ ഉപഭോക്താവ് ആ സാധനം എന്ത് ചെയ്യും? കുറച്ച് മാത്രം വാങ്ങും, ശരിയല്ലേ? നേരെ മറിച്ച് ഒരു സാധനത്തിൻ്റെ വില കുറയുമ്പോഴോ നമ്മൾ കൂടുതൽ വാങ്ങും. അപ്പോൾ കൂടുതൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു. അപ്പോൾ എന്ത് ബന്ധമാണ്? നെഗറ്റീവ് ബന്ധം, ശരിയാണ്. സോ ദർ ഇസ് എ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ആൻഡ് ഇറ്റ്സ് ഡിമാൻഡ്. ഒരു സാധനത്തിൻ്റെ വിലയും ആ സാധനത്തിൻ്റെ ഡിമാൻഡും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? നെഗറ്റീവ് ബന്ധമാണ് ഉള്ളത്. രണ്ടാമതായിട്ട് നമ്മൾ എന്താ പറഞ്ഞേ? ഇൻകം ഓഫ് ദി കൺസ്യൂമർ. ഇൻകം ഓഫ് ദി കൺസ്യൂമർ എന്നുള്ളതിന് നമ്മൾ വൈ എന്ന് വിളിക്കുന്നു. വൈ. ഒരു കൺസ്യൂമറുടെ ഇൻകവും അദ്ദേഹത്തിൻ്റെ ഡിമാൻഡും തമ്മിൽ ബന്ധമുണ്ടല്ലോ. എന്തായിരിക്കും ആ ബന്ധം? സപ്പോസ് എൻ്റെ വരുമാനം കൂടുന്നു, അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? കൂടുതൽ സാധനങ്ങൾ വാങ്ങും, അല്ലേ? മറിച്ച് എൻ്റെ ഇൻകം കുറയുകയാണെങ്കിലോ ഞാൻ കുറച്ച് മാത്രമേ സാധനം വാങ്ങൂ. ക്ലിയർ ആണ്?
So, there is a positive relationship between the income of the consumer and his demands. Correct അല്ലേ? ഒരു ഉപഭോക്താവിൻ്റെ വരുമാനവും അദ്ദേഹത്തിൻ്റെ ഡിമാൻഡും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? പോസിറ്റീവ് ബന്ധമാണുള്ളത്. വരുമാനം കൂടുമ്പോൾ ഡിമാൻഡ് കൂടുന്നു, വരുമാനം കുറയുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. നമുക്ക് ഒരു കൺസ്യൂമർ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. എൻ്റെ പേര് ജലീൽ. ഞാനൊരു ഉപഭോക്താവാണ്. എനിക്ക് പറയാനുള്ളത്, ഒരു 4 മാസം മുമ്പ് വരെ എൻ്റെ വരുമാനം വളരെ കുറവായിരുന്നു. വെറും ഒരു 1000 രൂപ മാത്രമേ ഉള്ളൂ. അന്നേരം ഞാൻ വാങ്ങുന്ന സാധനങ്ങൾ വളരെ വിലക്കുറവുള്ളതും ഗുണമേന്മ തീരെ കുറഞ്ഞതുമാണ്. ഒരു 100 രൂപ വിലയുള്ള ഷർട്ടുകൾ, അതും വഴിയോരങ്ങളിലിട്ട് വിൽക്കുന്ന ഷർട്ടുകളാണ് വാങ്ങിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു 4 മാസം കൊണ്ട് എൻ്റെ സ്ഥിതി മാറി. ഒരു 30,000-ഓളം രൂപ എനിക്ക് ശമ്പളമുണ്ട്. എനിക്കൊരു ജോലി കിട്ടി. ഈ സമയത്ത് ഞാൻ വാങ്ങുന്നത് അല്പം വില കൂടിയ ഒരു 1000 രൂപയോളം വില വരുന്ന ഷർട്ടുകളാണ് ഇപ്പം ഞാൻ വാങ്ങുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ കൺസ്യൂമർ പറഞ്ഞത് ശ്രദ്ധിച്ചുവല്ലോ. അദ്ദേഹം എന്താണ് പറഞ്ഞത്? കുറേ മാസങ്ങൾക്ക് മുമ്പ് വരെ അദ്ദേഹത്തിന് വരുമാനമൊന്നുമില്ലായിരുന്നു. 1000 രൂപ മാത്രമായിരുന്നു സർക്കാർ നൽകുന്ന പെൻഷൻ, അത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ വരുമാനം. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തതെന്നാണ് പറഞ്ഞത്? വളരെ ലോ ക്വാളിറ്റി ആയുള്ള ഫുട്പാത്തിൽ നിന്നും മറ്റും കിട്ടുന്ന ഷർട്ടുകളാണ് അദ്ദേഹം വാങ്ങി ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. 100 രൂപ ഒക്കെ വിലയുള്ള ഷർട്ടുകളാണ് അദ്ദേഹം വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ ഇൻകം വളരെ കുറവായിരുന്നു അതുകൊണ്ട്. എന്നാൽ ഈയിടെയായിട്ട് അദ്ദേഹത്തിന് 30,000 രൂപ പ്രതിമാസ ശമ്പളമുള്ള ഒരു പുതിയ ജോലി കിട്ടി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത്? അദ്ദേഹം ആ കുറഞ്ഞ ക്വാളിറ്റിയുള്ള ഷർട്ടുകൾ വാങ്ങൽ നിർത്തി. ഇപ്പോൾ അദ്ദേഹം 1000 രൂപയൊക്കെ വിലയുള്ള ഫസ്റ്റ് ക്വാളിറ്റി ഷർട്ടുകൾ, നല്ല ക്വാളിറ്റിയുള്ള ഷർട്ടുകളൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾ കണ്ടുവല്ലോ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത് എന്താ? ഒരു വ്യക്തിയുടെ വരുമാനം കൂടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് കൂടും എന്നല്ലേ നമ്മൾ കുറച്ച് മുന്നേ പഠിച്ച്. എന്നാലിപ്പോൾ ഈ കൺസ്യൂമറുടെ അനുഭവത്തിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലായി? അതായത് അദ്ദേഹത്തിൻ്റെ വരുമാനം കൂടിയപ്പോൾ അദ്ദേഹം നേരത്തെ വാങ്ങിക്കൊണ്ടിരുന്ന ലോ ക്വാളിറ്റിയുള്ള ഷർട്ടുകൾ അദ്ദേഹം ഉപേക്ഷിച്ചു. അതിൻ്റെ ഡിമാൻഡ് അദ്ദേഹം കുറച്ചു, അല്ലേ? അപ്പം ഇവിടെ എന്താണ് സംഭവിച്ചത്? ഒരു വ്യക്തിയുടെ വരുമാനം കൂടിയപ്പോൾ ഇത്തരം സാധനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു. അപ്പോൾ വരുമാനം കൂടി, ഡിമാൻഡ് കുറഞ്ഞു. ഇങ്ങനെയുള്ള സാധനങ്ങളെ നമ്മൾ ഒരു പ്രത്യേക പേരിലാണ് വിളിക്കുക, ഇൻഫീരിയർ ഗുഡ്സ്. എന്താണ് ഇൻഫീരിയർ ഗുഡ്സ്? അപ്പോൾ എന്താണ് ഇൻഫീരിയർ ഗുഡ്സ്? ഇൻഫീരിയർ ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് whose demand falls as the income increases. അല്ലേ? ഒരു ഉപഭോക്താവിൻ്റെ വരുമാനം വർദ്ധിക്കുമ്പോൾ ഡിമാൻഡ് കുറയുന്ന സാധനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻഫീരിയർ ഗുഡ്സ് എന്ന് വിളിക്കുക. അതിനുള്ള ഏറ്റവും നല്ല എക്സാമ്പിളാണ് ആ ഉപഭോക്താവ് പറഞ്ഞ ലോ ക്വാളിറ്റി ഡ്രസ് മെറ്റീരിയൽസ്, അല്ലേ? ലോ ക്വാളിറ്റി ഫുഡ് സ്റ്റഫ്സ്. ഇവയെല്ലാം എന്തൊരു ഉദാഹരണങ്ങളാണ്? ഇൻഫീരിയർ ഗുഡ്സിന് ഉദാഹരണങ്ങളാണ്. അപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, സാധാരണഗതിയിൽ ഒരു കൺസ്യൂമറുടെ ഇൻകവും അദ്ദേഹത്തിൻ്റെ ഡിമാൻഡും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത്? പോസിറ്റീവ് ബന്ധമാണ് സാധാരണഗതിയിലുള്ളത്, അല്ലേ? നോർമൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ അതാണുള്ളത്. ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കൂടുന്നു, ഇൻകം കുറയുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. അങ്ങനെയുള്ള സാധനങ്ങളെ നമ്മൾ വേറൊരു പേരിലാണ് വിളിക്കുന്നത്. എന്താണെന്നറിയാമോ? നോർമൽ ഗുഡ്സ്. നോർമൽ ഗുഡ്സ്. അപ്പോൾ എന്താണ് ഈ നോർമൽ ഗുഡ്സ്? നോർമൽ ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് ഹൂസ് ഡിമാൻഡ് ഇൻക്രീസസ്
ആസ് ദ ഇൻകം ഇൻക്രീസസ്. അപ്പോൾ ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കൂടുന്ന ഗുഡ്സാണ് നോർമൽ ഗുഡ്സ്, ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്ന ഗുഡ്സാണ് ഇൻഫീരിയർ ഗുഡ്സ്. അപ്പോൾ ചുരുക്കത്തിൽ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ ഘടകം എന്തായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്? ഇൻകം ഓഫ് ദി കൺസ്യൂമർ. ഇൻകവും ഡിമാൻഡും തമ്മിൽ രണ്ട് തരം ബന്ധമാണുള്ളത് അല്ലേ? പോസിറ്റീവ് ബന്ധവുമുണ്ട്, നെഗറ്റീവ് ബന്ധവുമുണ്ട്. പോസിറ്റീവ് ബന്ധം ഏത് തരം ഗുഡ്സിൻ്റെ കേസിലാണ്? നോർമൽ ഗുഡ്സിൻ്റെ കേസിൽ. ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിൽ ഇൻകവും ഡിമാൻഡും തമ്മിലുള്ള ബന്ധമോ നെഗറ്റീവ്. സോ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ പഠിച്ചത്. എന്തൊക്കെയാണ്? പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി, ദെൻ ഇൻകം ഓഫ് ദി കൺസ്യൂമർ. ഓക്കെ, മൂന്നാമത്തെ ഘടകം, ദ തേർഡ് മെയിൻ ഫാക്ടർ വിച്ച് മേ അഫക്റ്റ് ദ ഡിമാൻഡ് ഓഫ് ദ കമ്മോഡിറ്റി ഈസ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. ഒരു സാധനവുമായി ബന്ധപ്പെട്ട മറ്റൊരു സാധനത്തിൻ്റെ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, അതിനെ നമ്മൾ PR എന്ന് വിളിക്കുന്നു. PR, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. ഇത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് തരം ഗുഡ്സിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ശ്രദ്ധിക്കൂ. ടീ ആൻഡ് കോഫി ഒരു ഗ്രൂപ്പ് സാധനം. അടുത്തത് കാർ ആൻഡ് പെട്രോൾ. ഈ രണ്ട് ഗ്രൂപ്പ് സാധനങ്ങളുടെ പ്രത്യേകത എന്താണ് എന്നുള്ളത് ഒന്ന് പറയാമോ? എന്താണ് ടീ ആൻഡ് കോഫി ആ സാധനങ്ങളുടെ പ്രത്യേകത? എന്താണ് കാർ ആൻഡ് പെട്രോൾ ഇവയുടെ പ്രത്യേകത? യെസ്, ശരിയാണ്. ടീ അതിന് പകരമായിട്ട് നമുക്ക് കോഫി ഉപയോഗിക്കാം, അഥവാ കോഫിക്ക് പകരമായിട്ട് നമുക്ക് ടീ ഉപയോഗിക്കാം. ശരിയാണ്. എന്നാൽ ഇവിടെയോ? കാർ ഓടിക്കണമെങ്കിൽ പെട്രോൾ വേണം, രണ്ടും ഒരുമിച്ച് വേണം അല്ലേ? ഇവിടെ കാർ ആൻഡ് പെട്രോളിൻ്റെ കേസിൽ ഒരു ആഗ്രഹം, കൺസ്യൂമറുടെ ഒരു ആഗ്രഹം പൂർത്തീകരിക്കണമെങ്കിൽ രണ്ട് സാധനങ്ങളും ഒരുമിച്ചുണ്ടാവണം. പക്ഷെ ഇവിടെയോ ഒരാഗ്രഹം സാധിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം മതി. സോ ദിസ് ടൈപ്പ് ഓഫ് ഗുഡ്സ്, ദറ്റ് ഈസ് ടീ ആൻഡ് കോഫിയെ പോലെയുള്ള സാധനങ്ങളെ നമ്മൾ വിളിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്നാണ്. സബ്സ്റ്റിറ്റ്യൂട്ട്സ്, പകരമായി ഉപയോഗിക്കാവുന്ന സാധനങ്ങൾ. അപ്പോൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്? സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആർ ദോസ് ഗുഡ്സ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് വൺ ഇൻസ്റ്റെഡ് ഓഫ് ദി അതർ. അതാണ് ഒരു സാധനത്തിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന മറ്റ് സാധനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് വിളിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ സാധനങ്ങളോ, അതിന് നമ്മൾ വിളിക്കുന്നത് കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്നാണ്. കോംപ്ലിമെൻ്ററി ഗുഡ്സ്. എന്താണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്? കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് വിച്ച് ആർ ജോയിൻലി റിക്വയർഡ്. ഒരുമിച്ച് വേണം നമുക്ക്. വിച്ച് ആർ ജോയിൻലി റിക്വയർഡ് ടു സാറ്റിസ്ഫൈ എ വാണ്ട്. ഒരു ആഗ്രഹത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് രണ്ട് സാധനങ്ങൾ ഒരുമിച്ച് വേണ്ട ഒരു കേസ്, ഒരുമിച്ച് വേണ്ട സാധനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന് ധാരാളം എക്സാമ്പിളുകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അതേപോലെ തന്നെ കോംപ്ലിമെൻ്ററി ഗുഡ്സിനും ഇഷ്ടം പോലെ എക്സാമ്പിളുകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അത് കണ്ടെത്തി വയ്ക്കുക. ഈ ക്ലാസ്സിൻ്റെ അവസാനം ഞാൻ നിങ്ങളോട് ചോദിക്കും, അപ്പോൾ നിങ്ങളത് പറയേണ്ടി വരും. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ കേസിൽ ഒരു സാധനത്തിൻ്റെ വിലയും മറ്റേ സാധനത്തിൻ്റെ ഡിമാൻഡും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് ബന്ധം എന്നുള്ളതാണ്. സപ്പോസ് സങ്കല്പിക്കൂ, ടീയുടെ വില ഭയങ്കരമായിട്ടങ്ങ് ഉയർന്നു എന്ന് സങ്കല്പിക്കൂ. തേയിലയുടെ വില ഭയങ്കരമായിട്ടങ്ങ് ഉയർന്നു.
അങ്ങനെയാണെങ്കിൽ കോഫിയുടെ ഡിമാൻഡിനെ അതെങ്ങനെ ബാധിക്കും? അഥവാ കോഫി ആൾക്കാർ എന്ത് ചെയ്യും പറയാമല്ലോ? യെസ്, കോഫി അവർ കൂടുതൽ വാങ്ങും. അപ്പോൾ കോഫിയുടെ ഡിമാൻഡ് എന്ത് ചെയ്തു? കൂടി. കറക്റ്റ് അല്ലേ? നേരെ തിരിച്ചും വരാം. ടീയുടെ വില കുറയുകയാണെങ്കിൽ കോഫിയുടെ ഡിമാൻഡ് കുറയും. So, which kind of relation that exists between the price of one good and the demand of the other good in case of substitutes? ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ കേസിൽ ഒരു സാധനത്തിൻ്റെ പ്രൈസും മറ്റേ സാധനത്തിൻ്റെ ഡിമാൻഡും തമ്മിൽ എന്ത് ബന്ധമാണ് കുട്ടികളെ ഉള്ളത്? പോസിറ്റീവ് ബന്ധം. ശരിയാണ്, പോസിറ്റീവ് ബന്ധം. So there is a positive relation that exists between the price of one goods and the demand of the other in case of substitute goods. Clear ആണല്ലോ? ഇനി കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കേസിലൂടെ നമുക്ക് നോക്കാം. അവിടെ എങ്ങനെയാണ് ഈ ബന്ധം എന്നുള്ളത്. സപ്പോസ് കാറിൻ്റെ വില ഭയങ്കരമായിട്ടങ്ങ് കൂടി. കാറിൻ്റെ വില ഭയങ്കരമായിട്ടങ്ങ് കൂടിയെന്ന് സങ്കല്പിക്കൂ. അങ്ങനെ ആവുമ്പോൾ അത് പെട്രോളിൻ്റെ ഡിമാൻഡിനെ എങ്ങനെ സ്വാധീനിക്കും അഥവാ ബാധിക്കും? പറയൂ. യെസ്, കാറിൻ്റെ വില ഭയങ്കരമായിട്ട് കൂടുമ്പോൾ കാർ ആൾക്കാർ വാങ്ങൂല. അപ്പോൾ പെട്രോളിൻ്റെ കാര്യമില്ലല്ലോ, പെട്രോളിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ പെട്രോളിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. So, when the price of car increases, the demand of petrol will decrease. So, what kind of relation we can visualize here between the price of one commodity and the demand of the other in case of complementary goods? Negative. Correct. Negative. So, there is a negative, there is an inverse, there is an indirect relationship between the price of one good and the demand of the other in case of complementary goods. അപ്പോൾ നമ്മൾ ഇതുവരെ എന്തൊക്കെ പഠിച്ചു എന്നുള്ള ഓർമ്മയുണ്ടല്ലോ? ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ 3 ഘടകങ്ങളാണ് നമ്മൾ പഠിച്ചത്. പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി, ഇൻകം ഓഫ് ദി കൺസ്യൂമർ, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. ഇൻകം ഓഫ് ദി കൺസ്യൂമർ നമ്മൾ 2 തരത്തിൽ പഠിച്ചു. നോർമൽ ഗുഡ്സിൻ്റെ കേസിലും ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിലും. അതുപോലെ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് പഠിച്ചപ്പോൾ നമ്മൾ പുതിയ 2 കൂട്ടം സാധനങ്ങൾ പഠിച്ചു. സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, സബ്സ്റ്റിറ്റ്യൂട്ട്സിൻ്റെ കേസിൽ പ്രൈസും ഡിമാൻഡും തമ്മിൽ എന്ത് ബന്ധം, ഒരു സാധനത്തിൻ്റെ പ്രൈസും മറ്റു സാധനത്തിൻ്റെ ഡിമാൻഡും തമ്മിൽ എന്ത് ബന്ധം. അതേപോലെ കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കേസിൽ ഒരു സാധനത്തിൻ്റെ പ്രൈസും മറ്റു സാധനത്തിൻ്റെ ഡിമാൻഡും തമ്മിൽ എന്ത് ബന്ധം. ഇത്രയും ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ പറഞ്ഞ 4ാമത്തെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകം എന്തായിരുന്നു? ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ. അതിനെ നമുക്ക് ടി എന്ന് വിളിക്കാം. ടി, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. എന്താണ് കുട്ടികളെ എൻ്റെ ടേസ്റ്റും എൻ്റെ ഡിമാൻഡും തമ്മിലുള്ള ബന്ധം എന്താ? എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനം ഞാൻ വാങ്ങുമോ? ഒരിക്കലുമില്ല. എനിക്കിഷ്ടമുള്ള സാധനമാണെങ്കിൽ ഞാൻ വാങ്ങും. അപ്പോൾ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ ആൻഡ് ഹിസ് ഡിമാൻഡ് ഈസ് എങ്ങനെയാണ് ബന്ധം? പോസിറ്റീവ്ലി റിലേറ്റഡ്. കറക്റ്റ്, പോസിറ്റീവ്ലി റിലേറ്റഡ്. ടേസ്റ്റ് ഉണ്ടെങ്കിൽ വാങ്ങുന്നു, ഇല്ലെങ്കിൽ വാങ്ങുന്നില്ല എന്നുള്ളത്. ദെൻ പോപ്പുലേഷൻ നമ്മൾ പഠിച്ചു. ദ 5th ഫാക്ടർ അഫക്റ്റിംഗ് ഡിമാൻഡ്, പോപ്പുലേഷൻ. സിമ്പിൾ, പറയേണ്ട കാര്യമില്ല. ഒരു രാജ്യത്തെ ജനസംഖ്യ വർദ്ധിക്കുകയാണെങ്കിൽ ഡിമാൻഡ് കൂടും, കുറയുകയാണെങ്കിൽ ഡിമാൻഡ് കുറയും. സോ ദ റിലേഷൻ ബിറ്റ്വീൻ പോപ്പുലേഷൻ ഓഫ് എ കൺട്രി ആൻഡ് ദ ഡിമാൻഡ് ഓഫ് ദാറ്റ് കൺട്രി വിൽ പോസിറ്റീവ് അല്ലേ? പിന്നെ നമ്മൾ ക്ലൈമറ്റ് പറഞ്ഞു. അത് ചില ക്ലൈമറ്റുകളിൽ ചില സാധനങ്ങൾക്ക് ഡിമാൻഡ് കൂടും, അങ്ങനെ പോകുന്നു. അതേപോലെ ധാരാളം ഫാക്ടേഴ്സ് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. തൽക്കാലം നമുക്ക് നമ്മളുടെ ഡിസ്കഷൻ എന്ന് പറയുന്നത് ഈ 5 ഫാക്ടറുകളിലേക്ക് ഒതുക്കാം. ഇപ്പം എന്തൊക്കെയാണ്? ദ മെയിൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഡിമാൻഡ് ആർ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, ഇൻകം ഓഫ് ദി കൺസ്യൂമർ, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ,
ആൻഡ് പോപ്പുലേഷൻ. അല്ലേ? ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. ശ്രദ്ധിക്കുക. Q is the function of Px, Y, PR, T, PO. ഇങ്ങനൊരു ഇക്വേഷനാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ QX എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് ഗുഡ് എക്സ്. എക്സ് എന്ന സാധനത്തിൻ്റെ ഡിമാൻഡ്. എഫ് അറിയാമല്ലോ, ഫങ്ഷൻ ഓഫ് എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പി എക്സ് പ്രൈസ് ഓഫ് ഗുഡ് എക്സ്, വൈ ഇൻകം ഓഫ് ദി കൺസ്യൂമർ, പി ആർ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ടി ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ, ആൻഡ് പി ഒ പോപ്പുലേഷൻ. അപ്പോൾ എന്താണ് കുട്ടികളെ ഈ ഇക്വേഷൻ സൂചിപ്പിക്കുന്നത്? ഒരു സാധനത്തിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഈസ് എ ഫങ്ഷൻ ഓഫ്, ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ, ഈസ് ഡിറ്റർമിൻഡ് ബൈ ഓർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഓൾ ദീസ് ഫാക്ടേഴ്സ് എന്നാണ് അർത്ഥം. ഇത്രയും ഘടകങ്ങളാണ് എക്സ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്നത് എന്നാണ്. ഈ ഒരു ഫങ്ഷനെ നമ്മൾ ഡിമാൻഡ് ഫങ്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഡിമാൻഡ് ഫങ്ഷൻ. So what is demand function? Demand function shows the relationship between quantity demanded of a commodity and all other factors affecting demand. അല്ലേ? ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും ഡിമാൻഡും തമ്മിലുള്ള ബന്ധമാണ് എന്ത്? ഡിമാൻഡ് ഫങ്ഷൻ. എന്നാൽ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഇത്രയും ഘടകങ്ങൾ എല്ലാം കൂടി വെച്ചുകൊണ്ട് നമുക്കൊരു പഠനം ബുദ്ധിമുട്ടാണ്. നമ്മൾ തുടക്കക്കാരല്ലേ. അതുകൊണ്ട് നമ്മൾ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്? പ്രൈസ്. അപ്പം അതുകൊണ്ട് നമ്മളിവിടെ ഒരു അസംഷൻ, ഒരു സങ്കല്പം, ഇക്കണോമിക് സങ്കല്പങ്ങളുടെ മുകളിലാണല്ലോ, ഒരു ചെറിയ സങ്കല്പം നമ്മൾ നടത്തുന്നു. എന്താണ് സങ്കല്പം എന്നറിയാമോ? വി അസ്യൂം ദാറ്റ് all factors affecting demand except the price is remaining constant എന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. എന്താണ്? ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പ്രൈസ് ഒഴികെയുള്ളവയെല്ലാം കോൺസ്റ്റൻ്റ് ആണ്, ഫിക്സഡ് ആണ്, അതിന് മാറ്റമില്ല എന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. എന്ന് വെച്ചാൽ എന്തൊക്കെ ഫിക്സഡ് ആവും? Y ഈസ് കോൺസ്റ്റൻറ്റ്, PR ഈസ് കോൺസ്റ്റൻറ്റ്, T ഈസ് കോൺസ്റ്റൻറ്റ് ആൻഡ് PO ഈസ് കോൺസ്റ്റൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ ബ്രോഡ് ഡിമാൻഡ് ഫങ്ഷൻ നമുക്കൊരു ചെറിയ ഇക്വേഷനിലാക്കി കൂടെ? അതെങ്ങനെ ഇരിക്കും? QX ഈസ് ദ ഫങ്ഷൻ ഓഫ് PX എന്ന് നമുക്ക് എഴുതാം. എന്താണ് അത് സൂചിപ്പിക്കുന്നത്? X എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഡിമാൻഡ് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ആ സാധനത്തിൻ്റെ, എക്സ് എന്ന സാധനത്തിൻ്റെ പ്രൈസിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇതാണ് ശരിക്കുള്ള ഡിമാൻഡ് ഫങ്ഷൻ. ഓൺ ദ അസംഷൻ ദാറ്റ് ഓൾ അതർ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് ഈസ് കോൺസ്റ്റന്റ്. So this demand function shows what? The relationship between price of a commodity and its demand. That is called the demand function. ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.